കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇ.എം. അഗസ്തിയുടെ പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയൊട്ടും കുറയുന്നില്ലെന്നും ഇടുക്കിയിൽ കോൺഗ്രസ് വളർത്തിയ ഒരാളാണ് ഇ.എം. അഗസ്തിയെന്നും കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റും കൗൺസിലറുമായി തെരഞ്ഞെടുക്കപ്പെട്ട തോമസ് മൈക്കിൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണുമായി പരിഗണിക്കുന്നതിൽ മുന്തിയ പരിഗണന ഉള്ളതും തോമസ് മൈക്കിളിനാണ്. ഷിനു ഫിലിപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറുമായിരിക്കുന്ന ശ്രീ തോമസ് മൈക്കിളാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഏറെ പ്രതിസന്ധികൾക്കിടയിലും UDF അധികാരത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചില പരാജയങ്ങൾ ചർച്ചയാവുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ AICC മെമ്പറും മുൻ MLA-യുമായിരുന്ന അഡ്വക്കേറ്റ് ഇ.എം. അഗസ്തിയുടെ പരാജയമാണ്. ആ പരാജയം ഓൾറെഡി കോൺഗ്രസിനെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് എന്താണ് ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് സംസാരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പരാജയം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു തീരാനഷ്ടം തന്നെയാണ്. എങ്കിൽ പോലും ഇ.എം. അഗസ്തി എന്ന വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആൾ. കോൺഗ്രസിന് ഇത്രയും ഒരു ബേസ് ഈ ജില്ലയിൽ ഉണ്ടാക്കി കൊടുത്ത നേതാവ് ഇ.എം. അഗസ്തി മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവന മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്ന് പറയുന്നത് ഒരിക്കലും കുറയുന്നില്ല. രാഷ്ട്രീയ പ്രസക്തി വർദ്ധിച്ചേ വരത്തുള്ളൂ. ഇപ്പോഴും എപ്പോഴാണെങ്കിൽ പോലും ഈ ജില്ലയിൽ പാർട്ടിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത് ഇ.എം. അഗസ്തിയാണ്. അതിന് ആ കാര്യത്തിലൊന്നും വ്യത്യാസമില്ല. വാർഡിൽ പരാജയപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കും ഏറെ ശ്രദ്ധയോടുകൂടിയാണ് ഈ DCCയിലെ നേതൃത്വം അദ്ദേഹത്തിന് കാതോർക്കുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെയുള്ളൊരു പരാജയമാണ് സിജു ചക്കമൂടൻ. അവിടെ എൻ്റെ അറിഞ്ഞ UDFൻ്റെ 2 സ്ഥാനാർത്ഥികൾ നിലവിലുണ്ടായിരുന്നു. അത് തക്കസമയത്ത് പിൻവലിക്കാതിരുന്ന നേതൃത്വത്തിലുണ്ടായൊരു പരാജയമാണോ? എന്താണ് അതിനെ സംബന്ധിച്ചും പറയാനുള്ളത്? അതും ജനങ്ങൾ കാതോർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആദ്യമേ തന്നെ സ്വയം പ്രഖ്യാപിതമായി അങ്ങ് ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തോട് പലതവണ കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല. ശരിക്കും അവിടെ LDF സ്ഥാനാർത്ഥി ഒരു ബിനാമിയായി വന്ന ആളാണ്. ഒരു പർച്ചേസിങ് രീതിയിലാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും സീറ്റ് വാങ്ങിച്ച് മത്സരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി വിടേണ്ടത് രാഷ്ട്രീയമായി UDFൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതിന് പറ്റിയ ആൾ മണ്ഡലം പ്രസിഡന്റ് സിജു ആണ് എന്നുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിനോട് മത്സരിക്കാനായിട്ട് തയ്യാറായത്. അപ്പോൾ UDF നേതൃത്വം പലതവണ ശ്രമിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസ് നേതൃത്വവും പലതവണ ശ്രമിച്ചിട്ടും കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നതിന് അദ്ദേഹം മാറുന്നതിനോ തയ്യാറായില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അത് അദ്ദേഹം മാറിയിരുന്നെങ്കിൽ ഉറപ്പായും സിജു ജയിക്കുമായിരുന്നു. കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ഏറെ സാധ്യത ഏറെ ഉയർന്നു നിൽക്കുന്ന പേരാണ് തോമസ് മൈക്കിളിനേത്. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അതല്ല, അങ്ങനെയൊന്നുമില്ല. അത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിലൊരു വ്യക്തമായ ധാരണയുണ്ട്. അത് KPCCയുടെ ഗൈഡ് ലൈൻ DCCക്ക് കൊടുക്കും. DCC അതിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചതിന് ശേഷം DCC ഒരു തീരുമാനം അറിയിക്കും. ആ തീരുമാനമാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത്. അല്ലാതെ നമുക്കങ്ങനെ വേറെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ തോമസ് മൈക്കിൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. കട്ടപ്പന നിന്നും ക്യാമറമാൻ ഷിജോ ഫിലിപ്പുറം, റിപ്പോർട്ടർ ഷിനു ഫിലിപ്പ്, കട്ടപ്പന.